السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഒന്നരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, അല്ലാഹു നമ്മയും നമ്മുടെ ഇഷ്ടജനങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമ്മിൽ നിന്ന് വന്ന എല്ലാ അഭാഗങ്ങളും വിട്ടുപുറത്ത് നമ്മെയും നമ്മുടെ മക്കളെയും ഭാര്യമാരെയും നമ്മളോട് ബന്ധമുള്ള സ്നേഹജനങ്ങളെയുമൊക്കെ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ദീർഘമായൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ക്ലാസ് പുനരാരംഭിക്കുകയാണ്. നേരത്തെ ഉസ്താദ് ദുആ ചെയ്തതുപോലെ അതിരാവിലെ വിവിധങ്ങളായ ഏർപ്പാടുകൾ മാറ്റിവെച്ച് കൃത്യമായി ഇങ്ങോട്ടെത്തുന്ന വലിയൊരു സേവനം, ടാസ്ക് ഏറ്റെടുത്തവരാണ് എൻ്റെ മുമ്പിലുള്ളവരൊക്കെ. ഇൻഷാ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും അത് ഉപകാരപ്പെടണം. അല്ലാഹു ആ വിധത്തിലേക്ക് നമ്മുടെ ഈ ചലനത്തെ ആക്കി തീർക്കട്ടെ. ആമീൻ. ഇന്ന് പലിശയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഒരു ക്ലാസ് തീരാൻ പറ്റുന്ന ഒരു ലളിതമായ വിഷയമല്ല. അതിൻ്റെ വിവിധ വഴികളെയും പ്രതിരോധ മാർഗങ്ങളെയും എങ്ങനെയാണ് ഒരു വിശ്വാസി ഇത്തരം ഘട്ടങ്ങളിൽ അവൻ്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്ന നടപടി ചട്ടങ്ങളെയുമൊക്കെ വിസ്തരിച്ച് പറയേണ്ടതും അതിന് കൂടുതൽ സമയം ആവശ്യമുള്ളതും. ഇൻഷാ അല്ലാഹ് ഒന്നുകിൽ മറ്റൊരു ക്ലാസ് കൂടെ ഇതിനു വേണ്ടി നമ്മൾ കണക്കാക്കേണ്ടി വരും. ഇന്ന് പലിശയുമായി ബന്ധപ്പെട്ട പൊതുവായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പലിശയുടെ സൂക്ഷ്മവും സ്ഥൂലവുമായ മറ്റ് ഭാഗങ്ങളെ വേറെ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. പലവിധ പഠനങ്ങളും അത് സംബന്ധമായി ഇതുവരെയും നടന്നിട്ടുണ്ട്, ആധുനികമായി നടക്കുന്നുണ്ട്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ പലിശയിൽ നിന്ന് മുഴുവനായി മുക്തമായി സീറോ ഇൻട്രസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയാലേ സമ്പൂർണമായി ബിസിനസ്സും മറ്റും വിജയിക്കുള്ളൂ എന്ന പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ പലിശ ആദ്യമായി ഔദ്യോഗികമായി തുടങ്ങിയ ലണ്ടൻ ബാങ്കിലടക്കം മറ്റ് യൂറോപ്യൻ ബാങ്കുകളിലും ഇന്ത്യയിൽ തന്നെയും ഗൾഫ് നാടുകളിൽ പ്രവർത്തിക്കുന്ന യൂറോപ്യൻ ബേസ്ഡ് ബാങ്കുകളിലൊക്കെ സീറോ ലെവൽ ഇൻട്രസ്റ്റ് 100% പലിശയില്ലാത്ത ബിസിനസ്സുകൾ പ്രത്യേകം പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ബാങ്കുകളുടെയൊക്കെ അർദ്ധഭാഗം ഇസ്ലാമിക് ബാങ്കിങ് എന്ന രീതിയിലേക്ക് അവർ മാറ്റിവെച്ചിരിക്കുന്നു. അതിൽ എത്രമാത്രം ഇസ്ലാമുണ്ട് എന്നതും ഇസ്ലാമിക് ബാങ്കിങ് എന്ന രീതിയിൽ എങ്ങനെയാണത് നടത്തിപ്പ് എന്നതുമൊക്കെ വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. അത് അത്ര ഡീപ്പായിട്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ പോവേണ്ടതില്ല. കാരണം എല്ലാവരും ഇങ്ങനെ സാമ്പത്തിക രംഗത്ത്, സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് വിദഗ്ധരൊന്നുമല്ലല്ലോ. നമ്മുടെ കേരളത്തിൽ അൽബറക്ക എന്ന പേരിൽ അങ്ങനെ ഒരു സംരംഭം മുമ്പൊരു ഗവൺമെൻറ് ഏകദേശം പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ റിസർവ് ബാങ്കിൻ്റെ ചില നിയമങ്ങൾക്ക് അത് വിരുദ്ധമാകയാൽ, എന്നുവെച്ചാൽ പലിശക്ക് അതിൽ പ്രാധാന്യമില്ല എന്നതുകൊണ്ട് തന്നെ അതിനെ ബാൻ ചെയ്യാണ് പിന്നീട് ഉണ്ടായത്. അൽബറക്ക എന്നായിരുന്നു അതിൻ്റെ പേര്. അവിടെ എങ്ങനെയാണൊരു സീറോ ലെവലിൽ പലിശ എത്തിച്ചാൽ ഈ സംരംഭങ്ങളൊക്കെ വിജയിക്കുക എന്നതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയേണ്ടതാണ്. വലിയ പഠനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് ഹൗസിംഗ് ലോൺ എന്ന പേരിൽ സാധാരണഗതിയിൽ സാധാരണ ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു പൈസ കടം വാങ്ങൽ, ഒരു 10 ലക്ഷം ഒരാളൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി ഒരു സാധാരണ പലിശ ഈടാക്കുന്ന ഒരു ബാങ്കിൽ നിന്ന് ഹൗസിംഗ് ലോൺ എന്ന പേരിൽ പൈസ കടം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 15 വർഷം കൊണ്ട്
ഏകദേശം കൃത്യമായി അടവും പലിശ കൊടുക്കലൊക്കെ നടന്നാൽ തന്നെയും അതിൻ്റെ ഇരട്ടിയുടെ തൊട്ടടുത്ത് അയാൾ തിരിച്ചടക്കേണ്ടി വരും. ഏകദേശം 20 ലക്ഷത്തിൻ്റെ അടുത്ത് അയാൾ തിരിച്ചടക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഫ്ലാറ്റ് ലോണുകൾ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന സംഗതികളാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ മൂലധനം നമ്മൾ അടച്ചടച്ച് വളരെ കുറച്ചായി മാറിയാൽ പോലും, ഇപ്പോൾ 10 ലക്ഷം കടമെടുത്ത ആള് വളരെ അധ്വാനിച്ച് അടവ് നടത്തി ഇനി ബാക്കി ഒരു 25,000 മാത്രമേ ഉള്ളൂ എങ്കിലും 10 ലക്ഷം കടമെടുത്ത അന്നത്തെ പലിശ തന്നെ 25,000-നും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഹൗസിംഗ് ലോണൊക്കെ എടുത്ത ആളുകൾക്ക് ഒന്നിച്ച് കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കാശ് ഒന്നിച്ച് ബാങ്കിൽ കൊണ്ടുപോയി മൂലധനത്തിലേക്ക് അടക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ കൃത്യമായ അടവ് പാലിച്ച് 15 വർഷം കൊണ്ട് അടക്കുന്നതാണ്. ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാനല്ല പറയണത്. ആരെങ്കിലും ഹൗസിംഗ് ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണെങ്കിൽ അത് ഒന്നിച്ച് കുറച്ച് കാശ് കിട്ടി, അദ്ദേഹത്തിന് ഒരു കുറി കിട്ടി, അങ്ങനെ 5 ലക്ഷം കിട്ടി. അപ്പോൾ 5 ലക്ഷം കൊണ്ടുപോയിട്ട് അടച്ചു, ഇനി ബാക്കി നോക്കിയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ഈ 5 ലക്ഷം ആദ്യഘട്ടത്തിലൊക്കെ അടക്കുന്നത് നേരെ പോകുന്നത് ഇൻട്രസ്റ്റിലേക്കാണ്. വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ അവർ മൂലധനത്തിലേക്ക് മാറ്റുള്ളൂ. ലാസ്റ്റ് എത്തുമ്പോഴാണ് കൂടുതൽ മൂലധനത്തിലേക്ക് നമ്മൾ അടക്കുന്ന പൈസ അടവാകുന്നതും ഇൻട്രസ്റ്റിലേക്ക് കുറച്ച് വരുന്നതും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്നിച്ചടക്കുക എന്നത് ആ ഒരു ഇടപാടിൽ വലിയ നഷ്ടമാണ്. പിന്നെ എന്ത് ചെയ്യണം? അവര് ഒരു മാസം ഇത്ര രൂപ എന്ന് കണക്കാക്കിയിട്ടുണ്ടാകും, ഒരു 6,000 ചില്ലാനൊക്കെ കണക്കാക്കിയിട്ടുണ്ടാകും. അതങ്ങനെ 15 വർഷം കൊണ്ട് അടച്ചടച്ച് പോകലാണ് അത്തരം ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ലാഭകരം. ഞാനതിൽ ഇടപെടുന്നതിനെ കുറിച്ചല്ല പറയണത്, ഞാനതിൻ്റെ പലിശയുടെ ദൂഷ്യങ്ങളെ മറച്ചു വെച്ചിട്ടല്ല സംസാരിക്കുന്നത്. നേരെ മറിച്ച് ഒരു ഇസ്ലാമിക് ബാങ്കിങ് ആണെങ്കിൽ അവർ വീട് വയ്ക്കാനുള്ള പൈസ ഇയാൾ ആവശ്യപ്പെടുന്ന ആ ഒരു സംഖ്യക്ക്, അതിൻ്റെ ഒരു മോഡലാണ് ഞാൻ പറയുന്നത്, വേറെ രീതിയിലും പറ്റും. ഈ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ തന്നെ വീടുണ്ടാക്കി കൊടുക്കുന്നു. എന്നിട്ട് ഈ ബാങ്ക് ആ വീടിന് സാധാരണഗതിയിലുള്ള വില അനുസരിച്ചൊരു വില കണക്കാക്കുന്നു. ആ വിലക്ക് ഈ വ്യക്തിക്ക് ഈ വീട് വിൽക്കുന്നു. വിറ്റതിനുള്ള പൈസ അയാൾക്ക് ഘട്ടം ഘട്ടമായി അടക്കാനുള്ള ചാൻസ് കൊടുക്കുന്നു. ഒരു 15 വർഷം കൊണ്ട് ഇനി അടച്ചു തീർത്താൽ മതി എന്ന് പറയുന്നു. അതോടുകൂടെ പലിശയിൽ നിന്ന് ഒഴിവായി ഇയാളൊരു നല്ല കച്ചവടം നടത്തിയ രീതിയിൽ അയാൾക്ക് ഒരു സായുജ്യം ഉണ്ടാവും. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇത് അടച്ചു കൊടുക്കാൻ പറ്റുകയും ചെയ്യും. രണ്ടിലും ഇപ്പോൾ വീടുണ്ടാവും. 2 രീതിയിലാണെങ്കിലും വീടുണ്ടാവും. 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടം വാങ്ങുന്നു, അതിന് 20 ലക്ഷത്തോളം രൂപ തിരിച്ചടക്കുന്നു എന്ന് വന്നാലും ഇസ്ലാമിക് ബാങ്കിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചൊരു വീട് ലഭ്യമാകുന്നു. ആ വീടിൻ്റെ പൈസ ഒരു സാധനം വിൽപ്പന നടത്തുമ്പോൾ, വീടാണെങ്കിലും മറ്റെന്ത് വസ്തുക്കളാണെങ്കിലും വിൽപ്പന നടത്തുമ്പോൾ അതിൻ്റെ ഒരു വില 2 കൂട്ടരും അംഗീകരിക്കും. ആ ഒരു വിലയിലേക്ക് അതിനിപ്പോൾ നേരത്തെ വാങ്ങിയ 20 ലക്ഷം തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. നേരത്തെ നമ്മൾ പലിശ അടച്ചിട്ട് 20 ലക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. ഇത് നമ്മൾ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കുന്നു. ഈ വീടിന് 20 ലക്ഷം രൂപ ചിലവായി, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ വില കെട്ടിയിട്ട് ഈ ഉപഭോക്താവ് അത് ബാങ്കിൽ നിന്ന് നേരിട്ട് മേടിക്കുന്നു. എന്നിട്ട് അയാൾ മേടിച്ച ഈ ഒരു വീടിൻ്റെ വില നൽകാൻ വേണ്ടി അയാൾക്ക് സാവകാശം കൊടുക്കുന്നു. 5 കൊല്ലോ 10 കൊല്ലോ ഒക്കെ സാവകാശം കൊടുക്കുന്നു. അയാൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് അത് അടച്ചു തീർക്കുന്നു. രണ്ടായാലും വീടായി. ഒന്നാം ഘട്ടത്തിൽ ഒന്നാമത് പറഞ്ഞ രീതിയിലാണെങ്കിൽ അയാൾ ജീവിതകാലം മുഴുവൻ പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയാണ്. അയാൾ 10-20 കൊല്ലം പലിശ തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ ഭീഷണി. പിന്നീട് അയാൾ ജീവിക്കുന്നതും താമസിക്കുന്നതും ഒക്കെ പലപ്പോഴും ഈ പലിശയുടെ മാനസികമായ സമ്മർദ്ദം കൊണ്ടോടുകൂടെയാണ്. രണ്ടാമത് പറഞ്ഞനുസരിച്ച് അദ്ദേഹത്തിന് മനോഹരമായ വീടുണ്ടായി, പക്ഷേ പലിശയായിട്ട് അയാൾ ബന്ധപ്പെടുന്നില്ല. അയാൾ വേറൊരാളിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ട് ആ കടം വാങ്ങിയ പൈസ കൊണ്ട് വീട് വാങ്ങിയതുപോലെയുള്ളൊരു ഫീലിംഗ് അയാൾക്ക് ഉണ്ടാവുന്നുള്ളൂ. അപ്പം ഈ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ബാങ്ക് ലാഭകരമായിട്ട് തന്നെ പ്രവർത്തിക്കും. ബാങ്ക് തോറ്റുപോകുന്നില്ല. ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ അമൃത്യ സെന്നിനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധർ 0 ലെവലിലേക്ക് ഇൻട്രസ്റ്റ് കൊണ്ടുവന്നതിനെ കുറിച്ച് കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം സൂക്ഷ്മമാവണം. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമൊന്നുമല്ല. നമ്മളൊരു പുറത്തിറങ്ങി അന്യ പെണ്ണിനെ കാണുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഠിനമായ തെറ്റാണ്. കാണുക എന്ന് പറയുന്ന ഒന്നാമത്തെ കാഴ്ച, കാണൽ അല്ല, കണ്ടുപോകൽ. അത് നമ്മുടെ ഒരു പ്രവൃത്തിയുടെ ഫലമല്ലാത്തത് കൊണ്ട് അതിന് ശിക്ഷ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഒന്നാമത്തെ നോട്ടം അവൻ അനുവദനീയമാണ് എന്ന് പറയുന്ന വചനങ്ങളൊക്കെ കാണും. അനുവദനീയം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നോട്ടത്തിനായിട്ട് നോക്കാൻ പോകാൻ പറ്റുന്നല്ല, കണ്ടുപോകുന്നു യാദൃച്ഛികമായിട്ട്, അത് കുഴപ്പമില്ല. രണ്ടാമത് കാണട്ടെ എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ഒന്നാമതായിട്ട് തന്നെ അവളെ കാണണം എന്ന് കരുതി വെയിറ്റ് ചെയ്യൽ, അത് പ്രശ്നമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ കണ്ടിരിക്കും എന്ന് കരുതിയിട്ട് ഈ പുറത്തിറങ്ങുമ്പോൾ പെണ്ണിനെ കാണൽ അനുവദനീയമാണ് നമുക്ക് പറയാൻ പറ്റും. ചിലരൊക്കെ അങ്ങനെയാണ്, പലിശയാണ് ഇപ്പം എല്ലായിടത്തും, അതുകൊണ്ടത് അനുവദനീയമാണ് എന്ന രീതിയിൽ വരെ ചില വിശദീകരണങ്ങളൊക്കെ കേൾക്കും. കാരണം പലിശയല്ല, നമുക്ക് ഇടങ്ങാറായിട്ട് പുറത്തിറങ്ങാൻ പറ്റൂല, വണ്ടി ഇറക്കാൻ പറ്റൂല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ നിർബന്ധിതാവസ്ഥയിലേക്ക് എത്തുന്നു എന്നതുകൊണ്ട് ആ വസ്തു ഹലാലായി എന്ന് പൊതുവെ പറയാൻ പറ്റുന്ന ഒരു രീതിയില്ല. പുറത്തിറങ്ങുമ്പോൾ പെണ്ണിനെ കാണുന്നു, അത് ഹറാമാണ് എന്നതുകൊണ്ട് പെണ്ണിനെ കാണൽ ഹറാമല്ല എന്ന് തീരുമാനിക്കുകയല്ല വേണ്ടത്. ഒന്നുകിൽ പുറത്തിറങ്ങാതിരിക്കണം, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ കാണാതിരിക്കാനുള്ള സൂക്ഷ്മത കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് കൂടുതൽ ഈമാൻ ഉണ്ടാവുക. നമ്മൾ പുറത്തിറങ്ങുന്നു, നിരവധിയായ ഹറാം വരാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു. ഈ സാഹചര്യത്തിനൊക്കെ പ്രതിരോധിച്ച് പരിശുദ്ധ ദീനിൽ ഉറച്ചു നിൽക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണം. മറന്നു പോകരുത്, ജീവിതം തന്നെ പരീക്ഷണമാണ്. മറന്നു പോകരുത്, അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് ബുദ്ധിയും വിവേകവും നൽകി അള്ളാഹു നമ്മളെ ഈ ദുന്യാവിലേക്ക് ബുദ്ധിയും വിവേകവും നൽകി മറ്റ് ജീവികൾക്കില്ലാത്ത അനന്തമായ പ്രത്യേകതകൾ നൽകി പറഞ്ഞയച്ചത് അവൻ്റെ ജീവിതത്തെ മൃഗങ്ങളെപ്പോലെ അങ്ങ് തൊളിച്ച് കളയാനല്ല, എങ്ങനെയെങ്കിലും തീർത്തങ്ങട് സായുജ്യം അടയാനുമല്ല. മറിച്ച് കൃത്യമായ രീതിയിൽ, വ്യക്തമായ രീതിയിൽ നല്ലതും ചീത്തയും വേർതിരിച്ചു മനസ്സിലാക്കി നന്മയുടെ ഓരം ചേർന്ന് ജീവിക്കാനാണ്. എന്തായാലും പലിശയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ, തിരുഹദീസുകൾ വളരെ ഏറെ ശക്തമായാണ് പ്രതികരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പാപങ്ങളെ എണ്ണിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിലും പലിശയുണ്ട്. പരിശുദ്ധ ഖുർആൻ പലിശയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ വചനം കടന്നു വരുന്നത് സൂറത്തുൽ ബഖറയുടെ 275-ാമത്തേതാണ്. ആ വചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലിശ ഉപയോഗിക്കുന്നവൻ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പൈശാചിക ബാധയേറ്റ് വീണവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അവന് എഴുന്നേൽക്കാൻ കഴിയില്ല എന്നാണ്. പലിശയുമായി ജീവിക്കുന്ന ആളുകൾ ഖിയാമത്ത് നാളിൽ അവരുടെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് നടത്തുന്നതിനെയാണ് ഖുർആൻ ഇങ്ങനെ ഈ പൈശാചിക ബാധയേറ്റവനോട് സമീകരിക്കുന്നത്. പൈശാചിക ബാധയേറ്റ് വീണ ഒരാൾ സ്ഥലകാലബോധമില്ലാതെ വലിയൊരു വിഭ്രാന്തിയൊക്കെ കാണിച്ച് തീരെ ഒരു കോമൺ സെൻസ് ഇല്ലാത്ത രീതിയിലാണ് പിന്നെ എഴുന്നേൽക്കുന്നത്. അയാൾക്ക് ഈ കെട്ടുപാടുകളെക്കുറിച്ചൊന്നും ബന്ധങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ബോധ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ഡ്രസ്സ് പോയിട്ടുണ്ടാവും, തലയൊക്കെ ആകെ ഇങ്ങനെ മുടിയൊക്കെ ആകെ ചെതറിയിട്ടുണ്ടാകും. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ പാലിക്കേണ്ട ഒരു മര്യാദയും ഇല്ലാതെയായിരിക്കും അയാൾ ഈ ഭ്രാന്തി ജീവിക്കുന്നത്, അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നത്, നടക്കുന്നതൊക്കെ. ഭ്രാന്ത് പിടിച്ചവനെ പറ്റിയാണ് ഈ പറയണത്. ഇതുപോലെയായിരിക്കും പലിശ തിന്നയാൾ പരലോകത്തേക്ക് എത്തുന്നത്. അയാൾ ഈ ഖിയാമത്ത് നാളിൻ്റെ അന്ന് ഉയർത്തെഴുന്നേൽപ്പ് നടത്തുന്നത്. എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൂടെ ഖുർആൻ അത് പറയുന്നുണ്ട്. ദാലിക ബിഅന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ. അവർ പറഞ്ഞു പരത്തി ഈ കച്ചവടവും പലിശയൊക്കെ ഒന്നെന്നെയാണ് എന്ന് അവർ പറഞ്ഞു. രണ്ടിലും ലാഭം കിട്ടുമല്ലോ എന്നാണ് അവരുടെ ഒരു രീതി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കാലത്ത് 2 തരം പലിശയായിരുന്നു അവിടെ വ്യാപകമായി ഉണ്ടായിരുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അവസരോചിതം അങ്ങോട്ട് കടന്നു വരണം.
ദാലിക ബിഅന്നഹും ഖാലൂ ഇന്നമൽ ബൈഉ മിസ്ലു റിബ. ഈ പലിശയും പലിശ വാങ്ങലും കടം കൊടുത്തിട്ട് അതിന് ലാഭം വാങ്ങലും അപ്രകാരം തന്നെ ഈ കച്ചവടം നടത്തിയിട്ട് ലാഭം കിട്ടലും ഒക്കെ സെയിമാണെന്ന് അവർ വാദിച്ചു കൂട്ടി. പക്ഷേ അഹല്ലല്ലാഹുൽ ബൈഅ, അള്ളാഹു കച്ചവടത്തെ ഹലാലാക്കിയതാണ്. വഹറമ റിബ, പലിശയെ അള്ളാഹു ഹറാമാക്കിയതുമാണ്. ഫമൻ ജാഅഹു മൗഇദത്തും മിർ റബ്ബി ഫൻതഹാ വലഹു മാ സലഫ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലിശ സംബന്ധിയായ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവസാനത്തെ പ്രഖ്യാപനം നടത്തുന്നത് ഹജ്ജത്തുൽ വദാഇനാണ്, തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ. ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ അവിടുന്ന് തന്നെ ആദ്യമായി പറഞ്ഞു, തൻ്റെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ലഭ്യമാകാനുള്ള പലിശ ഇനി മുതൽ കൊടുക്കേണ്ടതില്ല, അത് ഞാൻ വിട്ടു പുറത്തിരിക്കുന്നു. അങ്ങനെ ഇതുവരെ പൈസ കൊടുത്ത് പലിശക്ക് ലാഭം വാങ്ങിയിരുന്ന ആളുകൾ ഇന്ന് ഈ നിമിഷം മുതൽ അതിൽ നിന്ന് മാറി നിൽക്കണം. ഈ ഉദ്ബോധനം കിട്ടിയതിന് ശേഷം ആ പലിശ തരാനുള്ള ആളുകളെയൊക്കെ അവർ വിട്ടുപുറത്ത് മാപ്പാക്കണം. അപ്പൊ അവർക്ക് എന്ത് ലഭ്യമാണ്? വലഹു മാ സലഫ, അവർ കൊടുത്ത അടിസ്ഥാനം മുതൽ അവർക്ക് കിട്ടും. വഅംറുഹു ഇലല്ലാഹ്, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പടച്ച റബ്ബ് പുറത്തു കൊടുക്കും. വമൻ ആദ്, ഇതൊക്കെ അറിഞ്ഞിട്ടും പിന്നെയും പലിശ വ്യാപാരവുമായി ആരെങ്കിലും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫൗലൈക അസ്ഹാബുന്നാർ, അവർ നരകത്തിൽ അവൻ്റെ അവകാശികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, ഇത് അനുവദനീയമാണെന്ന രീതിയിലാണ് അവർ പ്രവർത്തിച്ചതെങ്കിൽ അവർ അതിൽ നിത്യമായി വസിക്കേണ്ടി വരും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സ്വന്തക്കാരനാകുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടാനുള്ള പലിശ ഇനി കൊടുക്കേണ്ടതില്ല ആരും. അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കടം വാങ്ങിയ ആ ഒരു അടിസ്ഥാന മുതൽ മാത്രമാണ്. അതിൻ്റെ വർധനവായിട്ട് ആവശ്യപ്പെടുന്നത് ഇനി കൊടുക്കേണ്ടതില്ല. ഇതുവരെയുള്ളതൊക്കെ അല്ലാഹു തആല പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഈ പലിശയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെ തൊട്ടുടനെയുള്ള വചനത്തിൽ, ഇത് 275 76 യംഹഖുല്ലാഹു റിബ വയുർബിസ് സദഖാത്ത്, അള്ളാഹു ഇതിൻ്റെ ഒരു തത്വം വിശദീകരിക്കുന്നുണ്ട്. യംഹഖുല്ലാഹു റിബ, പലിശയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിച്ചു താഴ്ത്തും. വയുർബിസ് സദഖാത്ത്, നന്മകളെയും സഹായധനങ്ങളെയും അള്ളാഹു വളർത്തുകയും ചെയ്യും. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ നസീം, തമ്മാടികളാവുന്ന നിഷേധികളെ അള്ളാഹുക്ക് ഒരു ഇഷ്ടമില്ല. നമ്മൾ ലോകചരിത്രം ഇതുവരെ പരിശോധിച്ച് നോക്കുക. പലിശയുമായി ബന്ധപ്പെട്ട് വലിയ സാമ്രാജ്യം സൃഷ്ടിച്ചവരൊക്കെ ഏതോ ഒരു നിമിഷത്തിൽ കുത്തുപാള എടുക്കുന്ന അനുഭവം നമ്മൾ കാണുന്നുണ്ട്, ഉണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, അംബാനിയോ അദാനിയോ എന്നൊക്കെ. സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയാനുള്ളത്. വേറൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, അയാൾ നന്നായിട്ട് കച്ചവടം നടത്തിയിരുന്നു. അയാൾ കിംഫിഷർ എന്ന പേരിൽ ഈ വിമാന സർവീസ് ഉണ്ടായിരുന്നു, വേറെ പല സംഗതി ഉണ്ടായിരുന്നു അയാൾക്ക്. ഇപ്പൊ ലണ്ടന്റെ തെരുവിലൂടെ വേഷപ്രച്ഛന്നനായി ഒളിച്ചൊളിച്ചൊളിച്ച് നടക്കുകയാണ്, ഒളിച്ച് ജീവിക്കുകയാണ്. ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമില്ലാതെ ഒച്ചോളി ഒളിച്ചിട്ട് എത്ര കാലം ജീവിക്കാൻ പറ്റും? അതിന് എന്തൊരാസ്വാദനാണുള്ളത്. ഇത് ലോകചരിത്രത്തിൽ ഇന്നോളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ചിലപ്പോ ആ ഒരാളുടെ ജീവിതത്തിൽ അതങ്ങോട്ട് ഒന്നിച്ച് തകർന്നത് കാണൂല. തൊട്ടടുത്ത തലമുറയിലേക്ക് എത്തുമ്പോഴേക്ക് തകർന്നു പോയ എത്ര കമ്പനികളുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയെ താഴ്ത്തിയിരിക്കുന്നു എന്ന് കൃത്യമായി ഖുർആൻ പറഞ്ഞതാ. യംഹഖുല്ലാഹു റിബ, താഴ്ത്തുക തന്നെ ചെയ്യും. പക്ഷേ സദഖാത്തിനെ, സഹായധനങ്ങൾ ചെയ്യുന്ന കമ്പനികളെ, വ്യക്തികളെ അള്ളാഹു വളർത്തുകയും ചെയ്യും. ഇതൊക്കെ 100% ചിലപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല. ഈ ദുനിയാവിൽ മാത്രമല്ല ഈ സംഭവം, ഇനി പരലോകത്തേക്ക് കൂടെ ഉണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതോടെ അവൻ്റെ ജീവിതം അവസാനിക്കുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ നമുക്ക് വല്ലാത്തൊരു നീതിബോധം എപ്പോഴും ഉണ്ടാവുന്നത്. ഒരു പാവപ്പെട്ട ആൾ, അയാൾക്ക് നടക്കാനും വയ്യ, കാലിന് ശേഷിയില്ല, അയാൾക്ക് ബുദ്ധിപരമായി ഇത്തിരി കമ്മിയൊക്കെ ഉണ്ട്, അയാളുടെ മക്കളാണെങ്കിലോ ഫുള്ള് ഓട്ടിസം കുട്ടികളാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് നോവും.
നേരെ മറിച്ചൊരു ആശ്വാസം വരുന്നത് എപ്പോഴാണ്? ഇതോടുകൂടെ ജീവിതം തീരുന്നില്ലെന്ന് പറയുമ്പോഴാണ്. ഇവിടെ വളരെ നിസ്സാരമായ കുറച്ച് വർഷങ്ങൾ മാത്രം, വളരെ നിസ്സാരം. ഒരു ദുന്യാവിൽ വെച്ച് മോഹം തീർത്തു ഒരാൾക്കും മരിക്കാനും പറ്റില്ല. ദുന്യാവ് അങ്ങനെ എല്ലാ മോഹങ്ങളും തീരുന്നൊരു പ്രത്യേകമായ സാഹചര്യമല്ല. ഒരാളും അവൻ്റെ എല്ലാ മോഹങ്ങളും തീർത്ത് ദുന്യാവിൽ നിന്ന് വിട പറയാറില്ല. അപ്പോഴും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മോഹങ്ങൾ ബാക്കിയുണ്ടാകും. പൊതുവെ മനുഷ്യർക്ക് 100,000 മോഹങ്ങളുണ്ടാകും. ആ മോഹങ്ങളെ തലോലിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതൊക്കെ നേടി ഒരു സായുജ്യം അണയാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അറിയാത്തൊരു നിമിഷത്തിൽ അവൻ യാത്ര പോകേണ്ടി വരും. എല്ലാ മോഹങ്ങൾക്കും പരിഹാരമുണ്ട്, എല്ലാ താല്പര്യങ്ങൾക്കും നിവാരണമുണ്ട്, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകുന്നൊരിടമുണ്ട്. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം. അവർക്ക് റബ്ബിൻ്റെ അടുത്ത് പരലോക ജീവിതത്തിൽ എല്ലാ മോഹങ്ങളും എല്ലാ താല്പര്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നിറവേറും. അവിടെ എത്തുമ്പോൾ ഓട്ടിസം കുട്ടികൾക്ക് ഇതുവരെ ഇല്ലാത്ത എല്ലാ പ്രതാപങ്ങളും എത്തിച്ചേരും. ആ കുഞ്ഞിൻ്റെ നാവിൽ നിന്ന് ഉമ്മ എന്നുള്ള വിളി കേൾക്കാൻ, വാപ്പ എന്നുള്ള വിളി കേൾക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കും. അപ്പൊ ജീവിതം വളരെ എനർജറ്റിക്കാവും. ഇവിടൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടാലും ഇതല്ലല്ലോ യഥാർത്ഥ ജീവിതം എന്ന വിചാരം വരുമ്പോ മനുഷ്യൻ പിന്നെയും പിന്നെയും പ്രവർത്തന സജ്ജനാകും. നേരെ മറിച്ച് ഒരിക്കലും മാറില്ലെന്ന് വൈദ്യശാസ്ത്രം തീരുമാനിച്ച രോഗമുള്ള ആൾ നിരാശയുടെ പടുകുഴിയിലേക്ക് പോകും, ഈ ഒരു ആഖിറത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷയില്ലെങ്കിൽ. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഖുർആനിന്റെ പ്രഥമ ഭാഗത്ത് തന്നെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിനെ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തെ മാത്രമല്ല, അദൃശ്യമായ പരലോകത്തെ വിശ്വസിക്കുന്നു അവർ. അതവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. അതവർക്ക് പിന്നെയും പിന്നെയും കർമ്മനിരതനാവാനുള്ള പ്രചോദനം നൽകുന്നു. അതവരെ നന്മയിൽ വരം ചേർത്ത് നിർത്തുന്നു. അപ്പൊ ചില പലിശയുടെ പ്രശ്നങ്ങളൊക്കെ ചില ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റാതെയാകും. പക്ഷെ എന്നാലും അവർ മറ്റൊരു ലോകത്തെത്തുമ്പോൾ കൃത്യമായ രീതിയിൽ തകരുക തന്നെ ചെയ്യും. ഖുർആനിലുള്ള മൊത്തം വിരോധനങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ റിബയെക്കുറിച്ച് മാത്രം ഖുർആൻ ഒരു വളരെ ഭീകരമായ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. അതായത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഈ പലിശയിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും യുദ്ധപ്രഖ്യാപനം, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും യുദ്ധപ്രഖ്യാപനം മഹാന്മാരായ പണ്ഡിതന്മാർ ഫുഖഹാക്കൾ തന്നെ വിശദീകരിച്ചത് കാണാം. ഖുർആനിൽ ഒരു തെറ്റിനെയും കുറിച്ച് ഇങ്ങനെ ഒരു പ്രയോഗമില്ല. ഇപ്പോൾ മദ്യപാനം ശരിയല്ല, വ്യഭിചാരം ശരിയല്ല, ഇതേക്കുറിച്ചൊക്കെ ഖുർആൻ വിരോധിക്കുന്നുണ്ട്. പലപ്പോഴും അതിൻ്റെ ഭീകരതമായ അവസ്ഥകൾ നമുക്ക് പറഞ്ഞു തരുന്നൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴൊന്നും അള്ളാഹും റസൂലും അവരോട് യുദ്ധം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന രീതിയിലല്ല അതിന് നിരോധനം നടത്തുന്നത്. പലിശയെക്കുറിച്ച് മാത്രം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും യുദ്ധത്തിന് അവർ തയ്യാറെടുത്തു കൊള്ളട്ടെ എന്ന പ്രഖ്യാപനം ഖുർആൻ നടത്തുന്നുണ്ട്. അത് പലിശയുടെ മാരകമായ അവസ്ഥയെ നേരാമണ്ണം ബോധ്യപ്പെടുത്താനാണ്. എന്തുകൊണ്ട് പലിശയെ എത്രമേൽ കഠിനമായി ഇസ്ലാം വെറുക്കണം? അത് ഏറ്റവും വലിയ ചൂഷണ ഉപാധിയാണ് എന്നതാണ് പ്രധാനം. ഇപ്പം നമുക്ക് വേഗം മനസ്സിലാകുന്നതാണ്. ഇപ്പം ഈ കടപ്പലിശയിലൊക്കെ ഒരാള് വളരെ ബുദ്ധിമുട്ടി മറ്റൊരാളിൽ നിന്ന് ഈ പലിശക്ക് പൈസ കൊടുക്കുന്ന ആളിൽ നിന്ന് ഒരു 10,000 രൂപ മേടിക്കുന്നു. അയാളുടെ ഭാര്യ ആശുപത്രിയിലാണ്, ഡിസ്ചാർജ് ചെയ്യാൻ കാശ് വേണം, അതിന് മേടിച്ചതാണ്. ഇയാൾ കൊടുക്കുന്നത് തന്നെ എങ്ങനെയാണ്? ഒരു മാസം കഴിഞ്ഞിട്ട് കൃത്യം അടുത്ത 1-ാം തീയതി എനിക്കത് തിരിച്ചു തരണം. തിരിച്ചു തരുമ്പോൾ അയാൾ കണക്കാക്കിയ ഒരു രീതി ഉണ്ടാവും. മിക്കവാറും 10,000 വാങ്ങിച്ചാൽ ഒരു 11,000 രൂപ തരണം എന്നായിരിക്കും. ഈ ഒരു മാസം കൊണ്ട് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ആരോഗ്യപരമായി തകർന്നിരിക്കുന്ന, ഭാര്യയുടെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ മനുഷ്യനിൽ നിന്ന് 1000 രൂപ ചൂഷണം ചെയ്യുന്നു പലിശക്കാരൻ, വട്ടിക്കാരൻ.
അദ്ദേഹത്തിനെങ്ങാനും ഈ 11,000 പറഞ്ഞ ദിവസം നൽകാനായിട്ടില്ലെങ്കിൽ പിന്നെ പിഴപ്പലിശ എന്നും പറഞ്ഞ് ഈ 1,000, 2,000, 3,000 ആയിട്ട് മാറുകയാണ്. ഇതൊരു 5-6 മാസം തുടരുകയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് അധ്വാനിച്ച് വീട്ടാൻ പറ്റാത്ത വിധം ഭീമമായൊരു തുകയിലേക്ക് 10,000 എത്തിച്ചേരുന്നു. പിന്നെ ഈ പലിശയും ആദ്യം മേടിച്ച 10,000 കൂട്ടിച്ചേർന്നുള്ള വലിയൊരു സംഖ്യക്ക് പിന്നെ നേരെ ഇരട്ടി പലിശ കൊടുക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിന് സംവിധാനങ്ങളുണ്ടാകും. അദ്ദേഹം ഗുണ്ടകളെ വിടും, അടിക്കും, കൈയും കാലും മുറിക്കും. ഇദ്ദേഹത്തിന് വല്ല വാഹനം ഉണ്ടെങ്കിൽ അത് പിടിച്ചുകൊണ്ടുപോകും, ആധാരം തട്ടിപ്പറിച്ച് കൊണ്ടുപോകും. ഈ ഒരു ചൂഷണമല്ലാതെ പലിശയിൽ ഒരു സൗഹൃദ ഭാവം നടക്കുന്നേയില്ല. വണ്ടിയൊക്കെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് പോന്നിട്ടുണ്ടെങ്കിൽ സേട്ടുമാർ ആളെ വിട്ടിട്ട് ആ വണ്ടിയായിട്ടാണ് പോയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ കാര്യത്തിൽ മത്സ്യമൊക്കെ വാങ്ങി വണ്ടിക്ക് കയറാൻ വരുമ്പോൾ വണ്ടി കാണൂല, അവിടെ സേട്ട് കൊണ്ടുപോയി എന്നറിയും. പിന്നെ ഇരട്ടിക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് അനൗദ്യോഗിക സേട്ടുമാർ മാത്രമൊന്നുമല്ല, വളരെ മാന്യമായ രീതിയിൽ ഔദ്യോഗിക ബാങ്കുകാർ നടത്തും. ഇപ്പോൾ പലയിടങ്ങളിൽ ചില സമരങ്ങളൊക്കെ നമ്മൾ കേൾക്കും. ഇവിടെ എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ തറച്ച ഒരു സമരമാണ് ഒരു MBBS MD ഡോക്ടർ തൃശ്ശൂർ നടത്തിയൊരു സമരം. അയാൾ 10 ലക്ഷം രൂപ മാത്രം ഹൗസിംഗ് ലോൺ എടുത്ത് വീട് നിർമ്മാണം തുടങ്ങിയ മനുഷ്യനാണ്. അയാൾ പല 10 ലക്ഷം അടച്ചിട്ടും പല 10 ലക്ഷം അടച്ചിട്ടും ഇനിയും 60 ലക്ഷത്തോളം അടക്കാനുണ്ട് ആ ബാങ്കിൽ. ഒരു ഔദ്യോഗിക പ്രമുഖ ബാങ്കാണ്. ഞാൻ അതിൻ്റെ പേര് പറയുന്നതിൽ വലിയ പ്രസക്തി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. പേപ്പറിലൊക്കെ വന്നതാണ്. ആ ബാങ്കിനെതിരെ അയാളുടെ പ്ലേ കാർഡൊക്കെ പേപ്പറിലൊക്കെ വന്നതാണ്. എനിക്കതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പം 2ഉം 3ഉം ഇരട്ടി അടച്ചാലും പിന്നെ ആ അടച്ചതിലപ്പുറം തന്നെ പിന്നെയും അടക്കേണ്ടി വരും. ഇപ്പം നമ്മളെ പ്രലോഭിച്ചുകൊണ്ട് പരസ്യം ഇങ്ങനെ വരും, 1000 രൂപക്ക് 1 രൂപ പലിശ എന്നും പറഞ്ഞിട്ട്, 1000 രൂപക്ക് 1 രൂപ പലിശ എന്നും പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ ഇങ്ങനെ ആലോചിക്കുക, 10,000 രൂപ, 10 റുപ്യ പലിശ. പിന്നെ വെറുതെ എന്തിനാ ഒരാളെ മുമ്പിൽ ഇങ്ങനെ ഇരക്കാൻ നിൽക്കണമെന്നും പറഞ്ഞിട്ട് ഭാര്യൻ്റെ ഉള്ള ആഭരണമൊക്കെ കൂടെ ആയിട്ട് ചെല്ലും. ഒരു ഡാഷ് മിനി അല്ലെങ്കിൽ ഒരു കോർപ്പിലേക്ക് ചെല്ലും. 1, 2, 3 ഒന്നുമല്ല. നമ്മുടെ ഈ ഒരു കോട്ടപ്പടിയിൽ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വല്ലാതെ അങ്ങോട്ടൊന്നും പോകാതെ ഒന്നിങ്ങനെ ചുറ്റി നടന്നു വന്ന് നോക്കുക. ഏകദേശം 1-ാം നിലയ്ക്ക് ഇങ്ങനെ നോക്കണം എല്ലാ കടൻ്റെയും. ഒരു 10ഓ 15ഓ പലിശ സ്ഥാപനങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അത് മുത്തൂറ്റ് മിനി ആണെങ്കിലും മഹേന്ദ്രയാണെങ്കിലും കുറേ സ്ഥാപനങ്ങൾ, മാരുതി ആണെങ്കിലും. എന്താ സംഭവം? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഈ സൗഹൃദം, അത് പലിശൻ്റെ മറ്റൊരു ദൂഷ്യമാണ്, ഞാനത് പറയുമ്പോൾ വിശദീകരിക്കാം. അപ്പോൾ ഒരു ആഭരണവുമായി ചെല്ലുന്നു. ആ ചെല്ലുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കാൻ ഒരാണോ പെണ്ണോ ഒക്കെ ഉണ്ടാവും. അവർ പറഞ്ഞു കൊടുക്കും, 1000 രൂപക്ക് 1 രൂപ പലിശ, പിന്നുള്ള 1000-1000-ത്തിനൊക്കെ 7% പലിശ. 1000 രൂപക്ക് 1 രൂപ പലിശ, പിന്നുള്ളതിനൊക്കെ 7%, 8% പലിശ. അതൊരു ഓഫറാണ്, ഞങ്ങൾ ഈ ഒരു മുഹറമല്ലേ കരുതിയിട്ട് ഓഫർ വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമാക്കും. ഈ പെണ്ണ് സത്യത്തിൽ ഇതൊന്നും കേൾക്കണേല്ല. അവൾക്ക് വേണ്ടത് അന്ന് അവൾ വിചാരിച്ച പൈസ മാത്രമാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അവൾ വിചാരിച്ച പൈസ അന്ന് കിട്ടുക എന്നുള്ളതേ അവളുടെ ലക്ഷ്യമേ ഉള്ളൂ. അപ്പോൾ അവർ 5 സ്ഥലത്ത് ഒപ്പിടാൻ പറയും. ഓൾ വേണമെങ്കിൽ 50 കൊടുത്ത് ഒപ്പിടും, കാരണം അവൾക്ക് കാശേ വേണ്ടുള്ളൂ. ഇത് വായിക്കുന്നില്ല, വായിച്ചാൽ അറിയട്ടില്ല. അത് ഇംഗ്ലീഷിലായിരിക്കും പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഓരോ നിബന്ധനകളും വളരെ ക്രൂരമായ നിബന്ധനകളാണ്. മാനേജ്മെൻറ്റിൻ്റെ താല്പര്യപ്രകാരം നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുള്ളിടത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സംബന്ധമായി വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കേസ് നടക്കുക ഫരീദാബാദ് കോടതിയിലായിരിക്കും എന്നുള്ളതിൽ ഒപ്പിട്ടിട്ടുണ്ട്. നമ്മളോടൊന്നും കോടതിയിലായിട്ടൊന്നുമല്ല. ഫരീദാബാദ് കോടതിയിലേക്ക് പോകുക പറഞ്ഞാൽ അതൊരു വമ്പിച്ച പദ്ധതിയാണ്. അതിന് 2 ദിവസം 3 ദിവസം വേണം, അതിനൊപ്പം പോകാൻ ആൾ വേണം, ട്രെയിനിന് ടിക്കറ്റ് കിട്ടണം. ഇതൊക്കെയാണ് പ്രശ്നം. ഒരു ചെറിയ ഓഫീസ് ഉണ്ടാവും ചിലപ്പോൾ അവിടെ. ആ ഒരു ഓഫീസാണ് ഞങ്ങളെ മെയിൻ ഹെഡ് ഓഫീസ് എന്നും പറഞ്ഞിട്ട് അവിടെ കേസ് നടക്കുക. ഇതൊക്കെ ഒപ്പിട്ട് വന്നതാണ്. അങ്ങനെ 1 ലക്ഷം മേടിച്ചുണ്ടോ ഈ ഒരു പെണ്ണ്. അവൾക്ക് എന്തോ അപ്പൊക്കെ ഒരു ആവശ്യമുണ്ട്, ഒന്ന് ഉഷാറായിട്ടൊരു സൽക്കാരം നടത്താനാണ്. അങ്ങനെ കൊണ്ടുപോയി.
പിന്നെ അവർ കുറേശ്ശൊക്കെ 280, 2,800 വീതമൊക്കെ ഇങ്ങനെ അടച്ചുകൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് അവൾക്കൊരു 50,000 ഉറുപ്പ്യ കിട്ടി സപ്പോസ്. എന്നാൽ ഇനി അധികം പലിശ കൊടുക്കണ്ടല്ലോ എഴുതിയിട്ട് അത് ഒന്നിച്ചു കൊണ്ടുവന്ന് അവർ അടച്ചു കൊടുത്ത്. അടുത്ത പ്രാവശ്യം അവർ സ്വാഭാവികമായിട്ടും കരുതെന്താ, ഇപ്രാവശ്യം ഇനിയിപ്പോൾ 2,800 ഒന്നും അടക്കേണ്ടി വരില്ല, കാരണം പലിശ കുറേ കുറഞ്ഞില്ലേ, 50,000 ഒന്നിച്ചടച്ചല്ലോ എന്നാണ്. അപ്രാവശ്യം അടവിൽ ചെല്ലുമ്പോഴായിരിക്കും 3,400 അടക്കണം എന്നുള്ള വിവരം കിട്ടുക. അപ്പോൾ അതെന്താന്ന് ചോദിക്കുമ്പോൾ അതെ ഇപ്പോൾ 24% പലിശ അറിയും. എന്താ ഇപ്പോൾ നിങ്ങളന്ന് കാശ് മേടിക്കാൻ വന്നന്ന് ഞങ്ങൾ ഓഫർ ഇട്ടതായിരുന്നു 7%, പിന്നെ ഞങ്ങൾ പുതുക്കി വെച്ചന്ന് അത് 24%. എന്നെ പുതുക്കി വെച്ചു? അല്ല നിങ്ങളൊരു 50,000 തന്നില്ല, അത് പുതുക്കിയതാണ്. ഞാൻ പുതുക്കിയൊന്നുമല്ല, ഞാനത് അടച്ചാണ്. അത് പറഞ്ഞാൽ പറ്റൂല. അങ്ങനെ 50,000 പകുതി അടക്കുമ്പോൾ അത് പുതുക്കലാണെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ബഹളം വെക്കാനൊക്കെ ശ്രമിക്കും. അപ്പം അങ്ങനെ മറ്റോ വരും സെക്യൂരിറ്റി, വലിയൊരു തോക്കൊക്കെ ഉണ്ടാവും, ഇതിലുണ്ടോ എന്നൊന്നും അറിയില്ല. ആ തോക്കൊക്കെ ഏറ്റ് വന്നിട്ട് മൂപ്പര് പറയും പൊയ്ക്കോളൂ എന്നറിയും. എന്താ സംഭവിച്ചത് ആലോചിച്ച് നോക്കൂ. 50,000 കിട്ടിയപ്പോൾ പലിശ കുറയട്ടെ എന്ന് കരുതിയിട്ടാണ് ഒന്നിച്ചടച്ചത്. ഒന്നിച്ചടക്കുന്ന സമയത്ത് അത് പുതുക്കി വെക്കലാണെന്നുള്ളടത്ത് ആദ്യമേ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സാധു പെണ്ണ്. ഇത് ചൂഷണം ചെയ്യാൻ വേണ്ടി നമ്മുടെ നാടുകളിൽ തുരുതുരോ ഇത്തരം കമ്പനികളാണ്. അത് ഇന്ന കമ്പനി എന്നൊന്നും പറയണ്ട, എല്ലാവരുടെയും നിയമം ഏകദേശം ഒന്നാണ്. ഇതൊക്കെ ഒരു വല്ലാത്തൊരു കണക്ഷനുമാണ്. ഈ പൈസ ഇല്ലാതെ വെറുതെ ഇരിക്കണം എന്തിനാ? പലിശ 1% മാത്രം വാങ്ങിയിട്ട് ഇതാ പൈസ എന്നും പറഞ്ഞാണ്ട് രാവിലെ വരും. പിന്നെ കുറേ കഴിഞ്ഞ വലിയ ജ്വല്ലറിക്കാരൻ്റെ പരസ്യമൊക്കെ വരും. ഈ ജ്വല്ലറി അല്ലേ, ജ്വല്ലറിക്കാരന് ഒരേ സിനിമാ നടനാണ് എല്ലാത്തിലും അഭിനയിക്കുക. ഓൻ ജ്വല്ലറിൻ്റെ പരസ്യത്തിൽ ഇങ്ങനെ ഗംഭീരമായിട്ട് വരും. അപ്പോൾ ഉള്ള പൈസ ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്വർണം വാങ്ങിക്കൂട്ടും. പിന്നെ സ്വർണം ഇങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം, പൈസ വേണ്ടേന്ന് ചോദിച്ച് അങ്ങനെ അടുത്ത പരസ്യത്ത് പോകാൻ വരും. കോശമറ്റം മുത്തൂറ്റ് മിനി എന്നും പറഞ്ഞിട്ട് പോകാൻ വരും. അപ്പോൾ ഈ വാങ്ങിക്കൂട്ടിയ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയിട്ട് ഇവരെടുത്ത് കൊടുത്തിട്ട് അതിന് പൈസ വാങ്ങും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വൈകുന്നേരം ആകുമ്പോൾ വൈകിട്ടെന്താ പരിപാടി എന്ന് പറഞ്ഞ് മറ്റിൻ്റെ പരസ്യത്തിലും വരും. ഇതൊക്കെ ഒരു കോർഡിനേഷനാണ്. മനുഷ്യനെ എങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റുന്നോ അതിൻ്റെ പരമാവധിക്കപ്പുറം ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഈ പലിശ ഇടപാടിൽ വരുന്നത്. എന്തുകൊണ്ട് ഇസ്ലാം പലിശ നിരോധിച്ചു? ഒന്നാമത്തെ കാര്യം, അത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്നു എന്നതാണ്. രണ്ടാമത്തേതായി, അത് മനുഷ്യനെ അലസനാക്കുന്നു എന്നാണ്. ഈ പലിശക്കാർ മൊത്തം അലസരായി മാറുന്നു. പണം ഇങ്ങനെ വെറുതെ കിട്ടുകയാണ്. പണം എങ്ങനെ ഉണ്ടാക്കേണ്ടത്? അത് അധ്വാനിച്ചാണ് നേടേണ്ടത്. ഏറ്റവും ശ്രേഷ്ഠമായ സമ്പത്ത് കൃഷി വഴി നേടുന്നതാണെന്ന് ഇസ്ലാം പറയുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ സമ്പത്ത്. കാരണം കൃഷി എന്ന് പറഞ്ഞാൽ അധ്വാനമാണ്, തവക്കുലാണ്, കഠിനമായ ഭരമേൽപ്പിക്കലാണ്. മഴ ഉണ്ടെങ്കിൽ മാത്രം വിജയിക്കുന്ന നെൽ കൃഷി മഴ പെയ്തു തുടങ്ങുമ്പോൾ കർഷകൻ തുടങ്ങുകയാണ്. ഇനി മഴ ഉണ്ടാവോ? ഇല്ലേ, അവന് യാതൊരു ധാരണയില്ല. ആർക്കെങ്കിലും ധാരണ ഉണ്ടോ? ആർക്കുമില്ല. മേഘം ഇങ്ങനൊക്കെ വന്ന് പൊളിഞ്ഞിട്ടുന്ന സമയത്ത് ഇന്ന് മഴ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ സയൻറ്റിസ്റ്റ് പറഞ്ഞാലും ശരിയാവും, നാട്ടിലെ വളരെ സാധാരണക്കാരനാവുന്ന ഒരു കുട്ടി പറഞ്ഞാലും ശരിയാവും. അല്ലേ, ഇന്നടത്തുനിന്ന് ഏതോ ഒരാൾ വരാണ്ട്, ന്യൂനമർദ്ദം വരാണ്ട്, അതുകൊണ്ട് കേരളത്തിൽ ഭീകരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സ്കൂളൊക്കെ അടച്ചാൽ അന്ന് ഉഷാറായിട്ട് പന്ത് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും വെയിലറിക്കുകയും ചെയ്യും. അപ്പം ആർക്കാണിത് ഉറപ്പിച്ച് പറയാൻ പറ്റുക? ഈ ഉറപ്പില്ലാതെ മഴ പൊടിഞ്ഞു തുടങ്ങുമ്പോൾ ഈ പാടശേഖരങ്ങളൊക്കെ ഇത്തിരി ഒന്നിങ്ങനെ നനവാകുമ്പോഴേക്ക് കർഷകൻ വിത്തിറക്കുന്നു. ഒരു വല്ലാത്ത തവക്കുലാണിത്. വിത്തിന് നല്ല കാശ് കൊടുക്കണം, അധ്വാനിക്കാൻ നന്നായിട്ട് പണം ചെലവാക്കണം, അദ്ദേഹത്തിൻ്റെ ഊർജവും ചെലവാക്കണം. ഈ ഒരു തവക്കുൽ വഴി കൃഷി നടക്കുന്നു, ലാഭം കിട്ടുന്നു, അയാൾക്ക് ജീവിക്കാനാകുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ സമ്പത്ത് അതാണ്. പിന്നെ കച്ചവടം, അവിടെയും തവക്കുലിൻ്റെ വലിയൊരു സംഗതി ഉണ്ട്. നമ്മളൊരു ഷോപ്പ് തുടങ്ങുകയാണ് ഏകദേശം പ്രതീക്ഷയൊക്കെ വെച്ചിട്ട്. ആ ഷോപ്പിൽ നമ്മൾ കരുതിയതുപോലെ ബിസിനസ് നടന്നുകൊള്ളണമെന്നില്ല. ഈ ഒരു തവക്കുൽ മുൻനിർത്തുന്ന ഈ രണ്ട് കാര്യങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായ സാമ്പത്തിക ആഗമന മാർഗമായി ഇസ്ലാം കണക്കാക്കുന്നു. അതിൽ നിന്ന് ലഭ്യമാകുന്ന പൈസ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അങ്ങനെയാണ് സമ്പത്തുണ്ടാക്കേണ്ടത്, അങ്ങനെയാണ് സമ്പത്തുണ്ടാക്കേണ്ടത്. എല്ലാവരും ഉണ്ടാക്കിയതും അങ്ങനെയാണ്, എല്ലാവരും ഉണ്ടാക്കിയതും അങ്ങനെ തന്നെയാണ്.
16-ാം വയസ്സിൽ കല്യാണം കഴിച്ചു. ഇന്ത്യയിലെ, അല്ലെങ്കിൽ കഴിക്കേണ്ടി വന്നു ഇന്ത്യയിലെ ഒരു ഗുജറാത്തി മാർവാടി. ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായി. ഇവിടെ എങ്ങനെയൊക്കെയോ ജീവിച്ചിട്ടും അയാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. അങ്ങനെ അയാൾ കള്ളക്കപ്പൽ കയറി യമനിലെ സനായിൽ പോയി ഇറങ്ങി, യമനിന്റെ തലസ്ഥാനം. അവിടെ ഇറങ്ങുമ്പോൾ അയാളുടെ കയ്യിൽ ഇന്ത്യൻ 54 രൂപയാണ് ബാക്കിയുള്ളത്. ഇന്ത്യയുടെ 54 രൂപയാണ് ബാക്കിയുള്ളത്. അങ്ങനെ അയാൾ അവിടെയുള്ള ഒരു ഹോട്ടലിൽ സപ്ലയറായിട്ട് കയറി. അവിടെ നിൽക്കാതെ അദ്ദേഹത്തിന് പണ്ടറിയാവുന്ന ടൈലർ പണിക്ക് അയാൾ ചെറിയ 300 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ചെറിയൊരു റൂമിൽ അയാൾ ഒരു സംരംഭം തുടങ്ങി. രാവും പകലുമില്ലാതെ കഠിനാധ്വാനം ചെയ്തു. ആ മനുഷ്യന്റെ പേരാണ് ധീരുഭായ് അംബാനി. അയാളുടെ മക്കളാണ് ഇപ്പോൾ പലിശയുടെ വലിയ രാജാക്കന്മാർ. അവരീ ആസ്വദിക്കുന്ന എല്ലാ സമ്പത്തിൻ്റെയും അടിസ്ഥാനപരമായ ബന്ധം ഈ അച്ഛൻ നടത്തിയ കഠിനാധ്വാനത്തോടാണ്. കേരളത്തിലെ എത്രമേൽ സമ്പന്നരെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ. കള്ളലോഞ്ച് കയറിയിട്ട് ഗൾഫിലെത്തി ചായ പാർന്ന് ചായയുടെ ഗ്ലാസ് കഴുകിയപ്പോൾ അതിൽ ചായപ്പൊടി ബാക്കി കണ്ട് ഉടമസ്ഥനാകുന്ന അറബി ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ ഇറങ്ങിപ്പോന്നിട്ട് നമ്മുടെ ജില്ലയിൽ ഏറ്റവും വലിയ മുതലാളി അയാളുണ്ട്. സ്റ്റെബിലൈസർ നിർമ്മിച്ച് അതൊരു കടയിൽ കൊണ്ടുപോയി കൊടുത്ത് വേറൊരാൾക്ക് കാശ് കൊടുത്ത് അത് മേടിപ്പിച്ച് പിറ്റത്തെ പ്രാവശ്യം 2 കൊണ്ടുകൊടുത്ത് അത് 2 ആൾക്ക് കാശ് കൊടുത്ത് അവരെ കൊണ്ട് അത് മേടിപ്പിച്ച് പിറ്റേ ദിവസം 3 കൊടുത്ത് പിന്നെ കടക്കാരന് ഭയങ്കരമായൊരു ആവേശം വരികയാണ്. ആരെന്ത് ഫ്രിഡ്ജും സംഗതിയൊക്കെ വാങ്ങി പോകുമ്പോഴും അദ്ദേഹം പറയും ഒരു പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര മൂവിങ് ആണ് അതിന്. ഇവിടെ വെക്കാനില്ല, കമ്പനിക്ക് ഉണ്ടാക്കി തരാനും കഴിയണില്ല. 1, 2, 3, 4 ഒക്കെ കൊണ്ടുവന്നാൽ അന്ന് തന്നെ അതങ്ങോട്ട് ചെലവാവുകയാണ്. ഇങ്ങനെ ദിവസങ്ങളോളം തൻ്റെ സാധനം താൻ തന്നെ വാങ്ങി ബിസിനസ് കുരുപ്പിടിപ്പിച്ച വീഗാർഡ് നമ്മുടെ മുമ്പിലുണ്ട്. എത്ര കഥകൾ നമുക്ക് പറയാൻ പറ്റും. ബിസിനസ്സിൽ വിജയിച്ച് 200 പേരുടെ കഥകളുള്ള പുസ്തകം കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ബെഡ് കച്ചവടക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈടെ വന്നിട്ട് ഒരാൾ പറയാണ്, ഞങ്ങൾ ആദ്യം വെച്ചിരുന്ന ബെഡൊക്കെ വാങ്ങിയിരുന്നത് ഞാൻ തന്നെ പറഞ്ഞയച്ച ആളായിരുന്നു. അപ്പോഴാണ് അയാളത് മനസ്സിലാക്കുന്നത്. ആ ബെഡ് കമ്പനീൻ്റെ പേരാ സുൽഫെക്സ്. പിന്നെ ഞാനും എൻ്റെ സുൽഫെക്സും ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല. ഇതാണ് ഒരു കടയിൽ കൊണ്ടുപോയിട്ട് ഇത് വെക്കുന്നു, അവർ തന്നെ അത് മേടിക്കുന്നു. ഞാൻ അത് വെക്കുന്നു, അവർ തന്നെ അത് മേടിക്കുന്നു. അപ്പോൾ ഈ കടക്കാരന് ഇതിനോടൊരു ഭയങ്കരമായ ആവശ്യം വരുന്നു. അയാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്കൊരു 10 കൂടെ വേണം. അല്ല 10 ആവില്ല, ഞങ്ങൾക്ക് മറ്റേ കടയിലൊക്കെ കൊടുക്കാനല്ലേ എന്ന് പറയുന്നു. എന്നാൽ 5 കൊണ്ടുവരുന്നു പറയുന്നു. 5 കൊണ്ടുവരുന്നു. അയാൾ എന്നെ ആളെ വിട്ട് 5 വാങ്ങിപ്പിക്കുന്നു. അപ്പൊ ഈ കടക്കാർ ഫുള്ള് പിന്നെ അത് പ്രൊമോട്ട് ചെയ്യാൻ നന്നായിട്ട് മൂവ് ചെയ്യണ സാധനം ഉണ്ടെന്ന് പറയാണ്. ഏതെങ്കിലും 1, 2, 3 അല്ലെങ്കിൽ അതിലധികമോ മനുഷ്യരുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ നിലവിലുള്ള കമ്പനികളൊക്കെ ഇவ்விധത്തിലേക്ക് വളർന്നു വന്നത്. അല്ലാതെ ആദ്യം തന്നെ പലിശ കിട്ടിട്ട് കളിച്ചിട്ടൊന്നുമല്ല ഇത്. അപ്പൊ മനുഷ്യൻ അലസനാവാതെ കഠിനാധ്വാനം ചെയ്യുക എന്നത് മതത്തിന്റെ താല്പര്യമാണ്. 100 രൂപ കൊടുക്കുന്നു, നാളെ അത് തിരിച്ചു വാങ്ങുമ്പോൾ 150 തിരിച്ചു തരണം എന്ന് പറയുന്നത് ഇയാൾക്ക് യാതൊരു അധ്വാനവും ഇല്ല. അപ്പൊ ഈ മനുഷ്യനെ അത് വളരെ അലസനാക്കി മാറ്റുന്നത് കൊണ്ട് പലിശ അനുവദിച്ചുകൂടാ. മനുഷ്യൻ എപ്പോഴും എനർജറ്റിക് ആവണം. അതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പല ഉപമകൾ പറയുമ്പോൾ നിങ്ങൾ പക്ഷികളെ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത്. വെറും വയറോടവർ കൂടുവിടുന്നു, അള്ളാഹുവിനെ തവക്കുലാക്കി അവർ സഞ്ചരിക്കുന്നു. കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ല, അങ്ങോട്ട് പോയിട്ട് ഭക്ഷണം കഴിച്ചു വരാൻ. പോക്കറ്റിൽ കാശില്ല, ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് അന്നം സ്വീകരിക്കാൻ. അവർക്ക് ഒന്നുണ്ട്, പടച്ച റബ്ബിൽ തവക്കുലുണ്ട്. മായുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. അവ പറന്നു പോകുമ്പോൾ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്തുന്നതും കരുണാക്കടലാകുന്ന റബ്ബാകുന്നു. തീർച്ചയായിട്ടും
അല്ലെങ്കിൽ 5500 കിലോമീറ്റർ അപ്പുറത്തുള്ള റഷ്യയുടെ സൈബീരിയയിൽ നിന്ന് സൈബീരിയൻ കൊക്കുകൾ എന്ന് പറയുന്ന ചെറുകിളികൾക്ക് നമ്മുടെ കടലണ്ടിപ്പുഴയോരത്തേക്ക് കൃത്യമായി വഴി തെറ്റാതെ ഡേറ്റ് തെറ്റാതെ പറന്നു വരാൻ എങ്ങനെ സാധിക്കാനാണ്? അതുകൊണ്ട് തലച്ചോറ് അത്രമേൽ വികസിച്ചിട്ടുണ്ടോ? ഇല്ല. പോരുന്ന വഴിയിൽ വഴി തെറ്റാതിരിക്കാൻ വല്ല GPS സംവിധാനങ്ങളുണ്ടോ? ഇല്ല. ഗൂഗിൾ മാപ്പ് തുറന്നു വെക്കാറുണ്ടോ? ഗൂഗിളിൽ പെണ്ണടക്കിന് ഇടത് വലത് എന്ന് പറഞ്ഞവരെ തിരിപ്പിക്കാറുണ്ടോ? ഒന്നുമില്ല. എന്നല്ല, യാത്ര തുടങ്ങിയാൽ ഇതുവരെയുള്ള ദീർഘമായ പ്രയാണത്തിനിടയ്ക്ക് അവരുടെ ഉറക്കുപോലും പറന്നുകൊണ്ട് നടക്കുന്നു. മായും സിക്കുഹുന്ന ഇല്ല റഹ്മാൻ, പടച്ച റബ്ബല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നേയില്ല. 5500 കിലോമീറ്റർ ഉണ്ട്. 5500 കിലോമീറ്റർ ചില്ലറ ദൂരാണോ? ചില്ലറ ദൂരാണോ? മായും സിക്കുഹുന്ന ഇല്ല റഹ്മാൻ, പടച്ച റബ്ബാണ് അവരെ പിടിച്ചു നിർത്തുന്നത് പോലും. ഇത് ചെറിയ ദൂരാണ്. ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് 35,000 മൈൽ സഞ്ചരിക്കുന്ന ആർട്ടിക് ടേണുകളുണ്ട്. വേനലിലെ അവറ്റങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. 6 മാസം കഴിയുമ്പോൾ ആർട്ടിക്കിൽ വേനൽ അവസാനിക്കും, മഞ്ഞുകാലം വരും. അപ്പോൾ അവർ അന്റാർട്ടിക്കിലേക്ക് പാറും. 35,000 മൈൽ. കിലോമീറ്റർ അല്ല, 1 കിലോമീറ്ററും 600 മീറ്ററുമാണ് ഒരു മൈൽ എന്ന് പറഞ്ഞാൽ. അവിടെ വേനൽ അവസാനിക്കുമ്പോൾ തിരിച്ചും അവ പറക്കുന്നു. ആരാ വഴി കാണിക്കുന്നത്? മായുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ. സൂറത്തു ത്വാഹയിൽ 50-ാമത് വചനത്തിൽ പടച്ച റബ്ബിന്റെ ആ ഒരു സവിശേഷമായ മനുഷ്യനോട്, സൃഷ്ടികളോടുള്ള ആ ഒരു കാരുണ്യത്തെക്കുറിച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറവോന്റെ മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട്. അവ അള്ളാഹുവിനെ തവക്കുലാക്കി പുറത്തിറങ്ങുന്നു. അവയ്ക്കും വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കുമുള്ള ഭക്ഷണവുമായി മടങ്ങി വരുന്നു. വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം വേണ്ടേ? അപ്പൊ ഈ ഒരു അധ്വാനവും ഈ ഒരു തവക്കുലും മനുഷ്യനിലും ഉണ്ടാവണം. നമ്മുടെ നാട്ടിലുള്ള ചില ജീവികളൊക്കെ ഉണ്ട്, നമ്മൾ കുറെ പാഠം പഠിക്കേണ്ടത്. കുറുക്കൻ ഇപ്പൊ വ്യാപകമായി വരുന്നൊരു സാധനമാണ്. ഈ ആഗോള താപനത്തിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു അവറ്റങ്ങളുടെയൊക്കെ പ്രജനനത്തിൽ ഭയങ്കര വർധനമാണ് ഇപ്പോൾ ഉള്ളത്. ഏകപത്നി വ്രതക്കാരനാണ് കുറുക്കൻ. അതിന് വേറൊരു ഭാര്യ ഉണ്ടാവില്ല. ഇണ മരണപ്പെട്ടാൽ 1 വർഷം കൊണ്ട് ആ കുറുക്കന്റെ തുണയും മരണപ്പെടുന്നു. മാതാപിതാക്കളെ മാനിക്കുന്ന, ബഹുമാനിക്കുന്ന മൃഗങ്ങളിലെ അപൂർവ ജന്തുവാണ് ഈ കുറുക്കൻ. വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടാവും അവരുടെ മടയിൽ. അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കും. അവരുടെ പരിചരണം കൃത്യമായി നടത്തും. അതുകൊണ്ടാണ് ഒരു കോയിനൊക്കെ കിട്ടിയാൽ അവരവിടെ വെച്ചിട്ട് ശാപ്പടിക്കാതെ ഓടുന്നത്. അതും കൊണ്ട് ഉമ്മണ്ട് വീട്ടിൽ, ഇപ്പണ്ട് വീട്ടിൽ, അവർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റൂല, അവർക്കിത് പിടിച്ചു ഭക്ഷിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കണം. ഇങ്ങനെ കുടുംബജീവിതത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ചില ജീവികളുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ പക്ഷിയാകുന്ന മലമുഴക്കി വേഴാമ്പൽ, അതിന് ദേശീയ പക്ഷി ആക്കിയതുപോലും അതുകൊണ്ടാണ്. കേരളക്കാർ ഈ കുടുംബജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ദേശീയ പക്ഷിയായിട്ട് കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വേഴാമ്പലിനെ ആക്കാമെന്ന് തീരുമാനിച്ചതാണ്. ഇതൊക്കെ റബ്ബ് തആല നമ്മുടെ മുമ്പിൽ നമുക്ക് പാഠമായി അവതരിപ്പിക്കുകയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നമുക്ക് സൂചിപ്പിച്ചു തരികയും ചെയ്യുന്നു. കഠിനാധ്വാനവും തവക്കുലുമാണ് മനുഷ്യനെ ഊർജ്ജസ്വലനാക്കുന്നത്. മൂന്നാമതായി, സാമൂഹികമായ ബന്ധങ്ങൾ പലിശ വഴി ഇല്ലാതെയാകുന്നു. നോക്കൂ, നിങ്ങൾ പണ്ടൊക്കെ പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്താ ചെയ്തിരുന്നത്? കുറിക്കല്യാണമാണെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിൻ്റെ പേര്. ഈ വടകര ഭാഗത്തൊക്കെ ഇപ്പോഴും അത് ചെറിയ രീതിയിലുണ്ട്. അവിടെയൊക്കെ പയറ്റ് എന്നാണ് പറയാം, അല്ലെങ്കിൽ പണപ്പയറ്റ്. ഒരാൾക്ക് കല്യാണം മോളെ കെട്ടിക്കേണ്ടതുണ്ട്, അദ്ദേഹം എല്ലാവർക്കും കത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയിൽ അറിയിപ്പ് കൊടുക്കും. 25-ാം തീയതി മോളെ കല്യാണമാണ്, ഞാൻ 20-ാം തീയതി ഇന്ന ഹോട്ടലിൽ വെച്ചിട്ടൊരു കുറിക്കല്യാണം നടത്തുന്നുണ്ട്, നീ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കത്ത് കൊടുക്കും. എന്നാൽ ഹോട്ടലിൽ ചായയും കടിയൊക്കെ പ്രത്യേകം തയ്യാറാക്കും, ഈ വരുന്ന ആളുകൾക്കൊക്കെ കൊടുക്കും. അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് നടത്താം, ഹോട്ടലിൽ തന്നെ നിയമമൊന്നുമില്ല. എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന സംഖ്യ അദ്ദേഹത്തിന് കൊടുക്കും. ഇതൊരു കടായിട്ട് കൊടുക്കലാണ്, ഒരു അപമാനമുള്ള കൊടുതി അല്ലത്, കടായിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു നാട്ടിൽ നിന്ന്, ഒരു മഹല്ലത്തിൽ നിന്ന് 250 ആളുകൾ 500 രൂപ വീതം ഒരാൾക്ക് കൊടുത്തു എന്ന് വെറുതെ സങ്കല്പിക്കുക. അയാളുടെ മോളെ കല്യാണം സിമ്പിളായിട്ട് നടക്കണം.
പിന്നെയോ ഈ നൽകിയ ആളുകളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് അവർക്ക് ഇതുപോലെ കുറിക്കല്യാണം നടത്താൻ പറ്റും. അവർ നടത്തുന്ന സമയത്ത് ഇയാൾ ഒന്നുകിൽ 500 തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ 500+ അദ്ദേഹത്തിൻ്റെ വക എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കും. ഇവിടെയുള്ളൊരു സുരക്ഷിതത്വം എന്താണെന്നറിയ നിങ്ങൾ, എല്ലാ മാസവും കൃത്യമായി 3600 രൂപ അടക്കണമെന്ന ആശങ്കയല്ല. ഒരു സ്കൂൾ ആരംഭ സീസണിലൊക്കെ 2-3 മക്കളൊക്കെ ഉണ്ടെങ്കിൽ, സ്ഥിരമായി ഡയാലിസിസ് നടത്തുന്ന ഒരു മാതാവൊക്കെ ഉണ്ടെങ്കിൽ, ഒരു മനുഷ്യന് 3500 രൂപ ബാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. അത് 1-2 പ്രാവശ്യം തെറ്റിയിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വരും, പിടിച്ചിറക്കി കൊണ്ടുപോകും. കോടതി പോലും തടയില്ല, കാരണം അതൊക്കെ അവരുടെ നിയമത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ അംഗീകരിച്ചാണ് അവിടെ നിന്ന് പൈസ വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളത്. നേരെ മറിച്ച് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. ചില മാസങ്ങളിൽ ആരുടെ കുറിക്കല്യാണം ഉണ്ടാവില്ല, ചില മാസങ്ങളിൽ 1-2 ഒക്കെ ഉണ്ടാകും. അപ്പൊ കാലങ്ങൾ എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ കടം വിടുന്നു, അദ്ദേഹത്തിന് വലിയൊരു ഭാരം തലയിലുണ്ടല്ലോ എന്നുള്ള ടെൻഷൻ തീരെ ഇല്ലാതെ മാന്യമര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നു. കല്യാണം വളരെ സുഖമായി നടക്കുന്നു, ആവശ്യങ്ങളൊക്കെ തീരുന്നു. ഈ ഗൾഫിൽ നിന്ന് വന്ന് ഈ ഗൾഫ് വ്യാപകമാവുകയും എല്ലാവരുടെ കയ്യിലും അത്യാവശ്യമൊക്കെ പൈസ ആവുകയും ചെയ്തപ്പോഴാണ് ഇതൊരു മോശം പരിപാടി എന്നുള്ള രീതിയിലേക്ക് മാറിയത്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എടുത്തുപോയത്. സത്യത്തിൽ ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ട, നടക്കേണ്ട ഒരു കാര്യമാണ് ഈ കുറിക്കല്യാണം. ഈ കുറിക്കല്യാണം വേദി വിട്ട ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്വർണം വെച്ച് പണം പലിശക്ക് കൊടുക്കുന്ന ടീം കേരളത്തിൽ വ്യാപകമായത്. ഒരു സംശയമല്ല, പെണ്ണുങ്ങൾ കഴുത്ത് വരുന്നു, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് 4 വള വരുന്നു, വേഗം ഓടുന്നു, പ്രത്യേകിച്ച് ഭർത്താവിനോടൊന്ന് അന്വേഷിക്കുക പോലും വേണ്ട, അത്രക്ക് സ്വാതന്ത്ര്യത്തിലാണ് അവരുള്ളത്. നേരെ മറിച്ച് പരസ്പരം സഹായം, സൗഹൃദം ചെയ്തിരുന്ന ആ ഒരു കാലം നോക്ക് നിങ്ങൾ. ഇങ്ങനെ കുറിക്കല്യാണം കഴിച്ച ആൾക്ക് മറ്റാളുകളോട് എപ്പോഴും ഒരു സ്നേഹം ഉണ്ടാവും. ഈ ഗ്രാമപ്രദേശത്തെ ഏകദേശം പാവപ്പെട്ടവരൊക്കെ കുറിക്കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അപ്പം അത് കാരണം അവർക്കൊക്കെ പരസ്പരം നന്നായിട്ടൊരു സ്നേഹവും ബന്ധവും ഒരു സൗഹൃദവും. പാവം അവൻ്റെ വീട്ടിൽ അങ്ങനെ രോഗമുണ്ടല്ലോ എന്നുള്ളൊരു ആർദ്ര മനസ്സും, പടച്ചോനും അവൻ്റെ ഭാര്യയ്ക്ക് സുഖമല്ലല്ലോ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു വല്ലാത്ത ആഴമേറിയ പ്രാർത്ഥനയുടെ ഒരു രീതിയൊക്കെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഇത് മനുഷ്യന്മാർ പരസ്പരം ഒരു ബന്ധമില്ല, ആരും ആരെയും സഹായിക്കില്ല. ഈ സഹായിക്കുന്ന രീതി മാറുന്നു പലിശ സംവിധാനങ്ങൾ വഴി. അപ്പോ നമ്മുടെ നാട്ടിൽ വ്യാപകമായി വരുന്ന പലിശയാണ് പണം കടത്തിന് വാങ്ങുക. ഈട് വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും, ആധാരം വാങ്ങിയാലും, സ്വർണം വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും അത് ഇത്രയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്ന് കണ്ടീഷൻ വെക്കുക. ഈ കണ്ടീഷൻ വെക്കുക എന്നുള്ള പരിപാടിയോടുകൂടി അത് പലിശയാകുന്നു. ഇടപാടിൽ കണ്ടീഷൻ വെക്കുന്നതോടുകൂടി അത് പലിശയാകുന്നു. എത്ര സൂക്ഷ്മമാണ് ഈ പലിശയുടെ കാര്യം എന്നറിയോ? കുല്ലു ഖർളിൻ, ഏതൊരു ഇടപാടും അത് ഏതെങ്കിലും ഒരു മൻഫഅത്ത്, ഉപകാരത്തെ അനിവാര്യമാക്കുന്നുവെങ്കിൽ ഫഹുവ റിബ, അത് പലിശയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരിടപാട് നമ്മൾ നടത്തുന്നു, അതിൽ നിന്ന് നമ്മൾ വേറെന്തെങ്കിലും ഒരു വർധനവ് കണ്ടീഷൻ വെക്കുന്നു, അതിനെക്കുറിച്ച് പലിശ എന്ന് പറയാം. ഇപ്പം 100 രൂപ കടം തരുന്നു, തിരിച്ചു വരുമ്പോൾ 150 തരണം എന്ന് പറഞ്ഞാൽ അത് പലിശയാണ്. ഞാൻ 100 രൂപ കടം തരുന്നു, തിരിച്ചു വരുമ്പോൾ 100 തന്നാൽ മതി, പക്ഷേ ഈ കടം തരുവോളം നീ എൻ്റെ LKG പഠിക്കുന്ന കുട്ടീനെ എൻ്റെ ഓട്ടോറിക്ഷ കൊണ്ടാക്കണം എന്ന് പറയുന്നത് അത് പലിശയാണ്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അദ്ദേഹം വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഒരു സ്ഥലത്ത് വഴി വിട്ട് വഴിയില്ലാത്തടത്ത് കൂടെ ഈ കല്ലും മുള്ളൊക്കെ താണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോയി പിന്നെ ആ റൂട്ടിലേക്ക് തന്നെ കയറിയിട്ട് പോകും. സ്വാഭാവികമായും അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ അന്വേഷിച്ചു, എന്താ ഇങ്ങനെയെന്നു. അനുഭവം പറഞ്ഞത്, ഈ വഴിയിൽ അങ്ങേ വീട്ടിലെ മരത്തിൻ്റെ നിഴല് പരന്നു കിടക്കുന്നു, ഞാൻ അതിലൂടെ പോകുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ആസ്വാദനം കിട്ടും. സ്വാഭാവികം, നല്ല വെയിലത്ത് ഒരു നിഴലിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെതായ ഒരു ആസ്വാദനം കിട്ടും എന്നുള്ളതിൽ ഒരു തർക്കമല്ല. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ മരത്തിൻ്റെ ഉടമസ്ഥൻ എന്നിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനെങ്ങാനും അയാളുടെ മരത്തിൻ്റെ നിഴൽ ആസ്വദിക്കുകയാണെങ്കിൽ അത് ഞാൻ നൽകിയ കടത്തിൻ്റെ പലിശയായി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ വഴിമാറി സഞ്ചരിക്കുന്നത്. ഇത്രമേൽ പലിശയെ അവർ ശ്രദ്ധിച്ചു.
എന്തുകൊണ്ട്? ലഅനല്ലാഹു ആക്കിലർ റിബ വ മൂക്കിലഹു വ കാത്തിബഹു വ ഷാഹിദൈഹി. മുഹമ്മദുർ റസൂലുള്ളാഹി ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ്. അള്ളാഹു പലിശ ഭക്ഷിക്കുന്നവനെ ശപിച്ചിരിക്കുന്നു, അത് നൽകണവനെ ശപിച്ചിട്ടുണ്ട്, അതിനു വേണ്ടി എഴുത്തുകുത്തുകൾ നടത്തുന്നവരെ ശപിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി മറ്റെന്തെങ്കിലും സഹായം ചെയ്യുന്നവരെ ശപിച്ചിട്ടുണ്ട്, അതിന് സാക്ഷി നിൽക്കുന്നവരെ ശപിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പുറത്തിറങ്ങുമ്പോൾ പെൺകുട്ടിനെ കാണും എന്ന് കരുതിയിട്ട് കാണലല്ലാവുക എന്നുള്ളതല്ല കാര്യം, പിന്നെ കാണാതിരിക്കാനുള്ള അധ്വാനം നടത്താനാണ്. അപ്പോൾ പലിശക്ക് പണം വാങ്ങുക എന്നതല്ല, അതപ്പോൾ എല്ലായിടത്തും ഉള്ളതല്ലേ എന്നുള്ളത് അത് ചെയ്യാനുള്ളൊരു മാനദണ്ഡമല്ല, അല്ലെങ്കിൽ അത് കുഴപ്പമെല്ലാം തീരുമാനിക്കാനുള്ള മാനദണ്ഡമല്ല. പിന്നെ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. പിന്നെ മാറി നിൽക്കാൻ പറ്റാത്ത വിധം കുടുങ്ങിക്കിടക്കുന്ന ചില പലിശകൾ എന്ത് വേണം എന്നുള്ളതാണ്. പിന്നെ ഫിഖ്ഹിൽ 4 രീതിയിൽ പലിശ വരാനുണ്ട്, 4 രീതിയിൽ പലിശ വരാനുണ്ട്. ആ പലിശകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്ന് എങ്ങനെയാണ് ശരീഅത്ത് പാലിച്ച് ജീവിക്കുക എന്നതൊക്കെ വിശാലമായി ഒന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ക്ലാസ്സിൽ അവസാനിക്കുന്നതല്ല. പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളിൽ നിന്നും മാറി നിൽക്കണം. ഭയങ്കരമായ ലാവിഷായി വീട് നിർമ്മിക്കണം എന്നില്ല, നമുക്ക് സൗകര്യത്തിനുള്ള വീടാണ് വേണ്ടത്. വലിയ ഓരോ കമ്പനിയും ഇറക്കുന്ന പുതിയ പുതിയ വാഹനം നമ്മളിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടെന്നില്ല, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നില്ല. നമുക്ക് സൗകര്യപ്രദമായൊരു വാഹനം മതി. അത് ഈ വാഹനം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് യാത്രയാവണം, യാത്രയുടെ സുരക്ഷിതത്വമാവണം. അഹങ്കാരവും അലങ്കാരവും ആളുകളുടെ മേലിൽ മേനി നടിക്കലും അയൽവാസിയുടെ വാഹനത്തേക്കാൾ പൊങ്ങച്ചം കാണിക്കലും ആവരുത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നെ കല്യാണം മര്യാദക്ക് നടത്തണം. അയലോക്കത്ത് 30 പവൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളെങ്ങനെ മോശമാക്കാന്ന് വിചാരിക്കുമ്പോഴാണ്. ഇപ്പം നമ്മുടെ മലബാർ മേഖലയിലൊന്നും സ്ത്രീധനം പറയാറില്ല. അത് വാങ്ങുന്നത് ഒരു ചേപ്രത്തരായിട്ട് ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കുന്നു. ഇത്ര സ്വർണം കൊണ്ടുവരണം എന്ന് പറയാറില്ല. പറഞ്ഞാലൊട്ട് കാര്യമില്ല. കാര്യം പെൺകുട്ടികൾ വളരെ കുറച്ചേ ഉള്ളൂ, ആണുങ്ങൾക്ക് ആവശ്യാർത്ഥം പെൺകുട്ടികളില്ല. യാമനാളാവുമ്പത്തിന് പെണ്ണുങ്ങൾ കൂടുന്നല്ലേ നിങ്ങൾ ഇതിൻ്റെ മുമ്പ് എഴുതറിഞ്ഞതെന്ന് ചോദിക്കണ്ട. യാമനാളിപ്പോൾ നാളെ മറ്റന്നാളാണെങ്കിലല്ലേ, അപ്പോഴാകുമ്പത്തിനൊക്കെ ഇതാവും, പെണ്ണുകൾ വരും, വർദ്ധിക്കും. അപ്പോൾ ജസ്റ്റ് നിർബന്ധം, ഞാൻ കെട്ടിക്കണില്ല, ഞങ്ങൾക്കൊരു 50 പവൻ വേണം അങ്ങനെ പറയില്ല. കുറച്ചൊരു കലാപരമായിട്ടാണ് പറയാ. പിന്നെ മൂത്തച്ഛയൊക്കെ 50 വന്നതാന്നൊക്കെ പറയുള്ളൂ അല്ലേ. കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു, ഞങ്ങളൊരു 5 പവൻ മഹറട് തരും. 5 മഹർ വന്നാൽ പിന്നെ ഓരോ അസനാത്തിനും 10 ഇരട്ടിയാണുള്ള പ്രതിഫലം. അപ്പോൾ ഒരു 50 തിരിച്ചു കിട്ടണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊക്കെ എല്ലാവർക്കും അറിയാം, 2 ടീമിനും അറിയാം. ഇപ്പം അങ്ങനത്തെ യാതൊരു സംഗതിയില്ല. പിന്നെ മാഞ്ഞാളം കാട്ടല്, എന്നെ അജയരുടെ കല്യാണത്തിന് ഇന്നൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് അതും ഇതൊക്കെ വേണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാന്യമായി നമ്മൾ ക്ഷണിക്കുന്ന അതിഥികളെ സൽക്കരിക്കണം, ഭക്ഷണം കൊടുക്കണം. അത് നമ്മുടെയൊക്കെ നിലവാരത്തിന് മതി. കല്യാണച്ചെലവിന് വേണ്ടി മാത്രം 10 ലക്ഷം കടെടുക്കുക, പലിശക്ക് എടുക്കുക, വട്ടിക്കാരൻ നിന്ന് വാങ്ങുക. ഈ ധൂർത്തിൽ നിന്നൊക്കെ കുറേ മാറി നിന്നാൽ ഈ പലിശയുടെ ഊരാകുരുക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇറങ്ങുന്ന വാഹനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കണം എന്നില്ല, നമ്മുടെ സൗകര്യത്തിന് ഉപയോഗിക്കാനുള്ള വാഹനം മതി എന്ന് തീരുമാനിക്കുക. ഇൻഷാ അല്ലാഹ് പലിശയുമായി ബന്ധപ്പെട്ട് പറ്റിയെങ്കിൽ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ വേറൊരു ദിവസമോ നമ്മുടെ ഈ പലിശയുടെ 4 രീതിയും അത് വരുന്നതും നമ്മുടെ ഫിഖ് അനുസരിച്ചുള്ള ഒരു ചർച്ച നടത്താനുണ്ട്. നമ്മുടെ സമസ്ത മുഷാവറ മെമ്പറും പ്രമുഖ പണ്ഡിതനുമായ ചെറുശോല അബ്ദുൽ ജലീൽ ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം യൂട്യൂബിലൊക്കെ ഉണ്ട്. പലിശ വരുന്ന വഴികളൊന്നും പറഞ്ഞിട്ട് അതൊന്ന് മനസ്സിരുത്തി കേൾക്കുന്നത് ബിസിനസ്സുകാർക്കും അല്ലാത്തവർക്കും ഒക്കെ വളരെ നല്ലതാണ്. അദ്ദേഹം ഈ അറബി കിതാബുകളൊക്കെ ഇങ്ങനെ വായിക്കുന്നത് അതൊരു കുറച്ചു നേരം ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം വരുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഇബാദത്താന്ന് കരുതി ആ ഭാഗം കേട്ടാൽ മതി. പിന്നെയുള്ള മലയാളമൊക്കെ നമ്മൾ നേരാവണ്ണം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ പലിശ വരുന്ന വഴികളും അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള മാർഗങ്ങളും നല്ല ഫിഖ് അനുസരിച്ച് എൻ്റെ ഉസ്താദ് വിശദീകരിക്കുന്ന ഒരു പ്രസംഗം ഇപ്പോൾ യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. നിങ്ങൾക്കത് ആശ്രയിക്കാം. മറ്റ് സന്ദർഭത്തിൽ നമുക്കിതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യാം. ഞാൻ വരാൻ ഇത്തിരി വൈകിയിട്ടുണ്ട്, ചെറിയ ഒരു തടസ്സം ഉണ്ടായതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവനിഷ്ടപ്പെടുന്ന ഇബാദത്തായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ.
നിങ്ങളുടെ ഓരോ ചവിട്ടടിക്കും പടച്ച റബ്ബ് സ്വർഗം നൽകട്ടെ. ഏതെങ്കിലും ഒരു പ്രചോദനം ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടിയാൽ, ഒരു മസാല ഒരു ക്ലാസ്സിൽ നിന്ന് പഠിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ശ്രമം വ്യർത്ഥമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനപ്പുറം നമ്മുടെ ഈ ഒരു കൂട്ടായ്മ അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്ത് യാതൊരുവിധ പ്രതിസന്ധി ഇല്ലാതെ ഞാനും നമ്മളെ ഈ ഇക്കയും ഹംസാജിയൊക്കെ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നതാണ്. ഇതന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകമായ സംഗതി. എന്നല്ല കുറേ ആളുകൾ അവിടെ മദീനയിലേക്ക് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഉസ്താദ് വരുന്നുണ്ട്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ലഭ്യമായ വേദികളിലൊക്കെ ഞങ്ങൾ ദ്വാർന്നിട്ടുണ്ട്. കബൂലാക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ദ്വാർന്ന എല്ലാവർക്കും അള്ളാഹു ആ പ്രാർത്ഥിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് അവർക്ക് തന്നെ അള്ളാഹു തിരിച്ചു നൽകുമാറാവട്ടെ. ഞങ്ങൾ ദ്വാർന്നിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പല സന്ദർഭങ്ങളിലും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ക്ലാസ്സിനെ കുറിച്ച് തന്നെ ഞാൻ എൻ്റെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒക്കെ കബൂലാക്കുമാറാവട്ടെ. അതിൻ്റെയൊക്കെ ഫലമായി ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ അവസരം നൽകട്ടെ. ഹജ്ജ്, ഉംറ, സിയാറത്ത്, ദിക്ർ ഹൽക്കകൾ, സലാത്തുകൾ, നോമ്പുകൾ, ഖത്തം തീർക്കലുകൾ, നിസ്കാരങ്ങളൊക്കെ അള്ളാഹു കേടുപാടുകൾ തീർത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മുട്ടുകാൽ വേദനയ്ക്ക് തരിപ്പും ഒക്കെ ഉണ്ടായിട്ട് ദ്വാരക്കാൻ പറഞ്ഞൊരു സഹോദരനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് ശിഫയാക്കുമാറാവട്ടെ. നമ്മിൽപ്പെട്ട പലരും പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അള്ളാഹു എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലുമുള്ള സലാമത്ത് നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. ഞങ്ങളുടെയൊക്കെ അമലുകൾ കബൂലാക്കാൻ നിങ്ങൾ ഇനിയും ദ്വാരക്കണം.